നമ്മൾ ഇന്നത്തെ പരിപാടികൾ എന്താണോ കുറച്ച് കൂവ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെത്തിയിട്ട് ഇനി എല്ലാം 2 ഇത് കിട്ടിയിട്ടുണ്ട്, കുറച്ച് തോന്നുന്നുണ്ട്. ഇനി കുറച്ചും കൂടി കൊണ്ടുവരാനുണ്ട്. അപ്പോൾ അത് പരിപാടികൾ ഇത് നമ്മൾ ചെത്തി മില്ലിൽ കൊണ്ടുവന്ന് വൈകുന്നേരം മില്ലിൽ കൊണ്ടുപോയി ചതച്ച് പിന്നെ അതുപോലെ തന്നെ ഇനി വെള്ളത്തിൽ കലക്കി അരിച്ച് അത് പൊടിയാക്കണം, അങ്ങനത്തെ പരിപാടികൾ. അപ്പോൾ അതെന്താ ചെയ്യണമെന്ന് മനസ്സിലായില്ല. നമ്മൾ ചെത്തിയിരിക്കുകയാണ്, അങ്ങനെ ചെത്താണ്. അപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ചോദിക്കുന്നത് എന്താണെന്ന് വരണ്ടി കൂടെയാണ്. പക്ഷെ വരണ്ടാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ പൊടി കിടക്കുന്നത് ഇത് ഒരു നീല കളർ കണ്ടില്ലേ, ഈ നീല കളർ അതിൻ്റെ പൊടി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ വരണ്ടി കഴിഞ്ഞാൽ ഇത് കനം കൂടിയാൽ മില്ലിൽ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളിത് ചെത്തിക്കളി, കാരണം പുറമെയുള്ള തോല് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ശേഷം ഇങ്ങനെ ബാക്കിയുള്ളത് ഇത് മില്ലിൽ കൊണ്ട് ചതച്ച് പിന്നെ അതേപോലെ തന്നെ ഇത് പൊടിയാക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപകാരം എന്ന് പറഞ്ഞത് ഭയങ്കര നല്ലൊരു മരുന്നും കൂടിയാണ്. ക്ഷീണത്തിന് പല ഇതിനും പറ്റിയൊരു സാധനമാണ്, നല്ല വിലയാണ് ഇതിന് കടയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ നമ്മളെല്ലാം അധികം നമുക്ക് ഈ പാടത്തുനിന്നൊക്കെ കിട്ടും ഈ ഇതിൻ്റെ കൂവ മുളച്ചത്. അപ്പോൾ നമ്മളെല്ലാ കൊല്ലം ചിലപ്പോൾ നമുക്ക് അധികം കിട്ടാറുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. നമുക്ക് ബാക്കി വീഡിയോകൾ ബാക്കി വിശേഷങ്ങൾ കാണാം. അതുപോലെ നമ്മൾ ചെത്തി ഉണ്ടാക്കിയത് ഈ ഒരു ബക്കറ്റത്തുണ്ട്, അതേപോലെ തന്നെ ഇതിലുണ്ട്. അതൊക്കെ ചെത്തി റെഡിയാക്കിയതാണ്. ഇനി കുറച്ച് ചെത്താനും കൂടി ഉണ്ട്, പിന്നെ അത് കുറച്ചും കൂടി ഇനി കളച്ച് കൊണ്ടുവരാനുണ്ട്. ഇനി ബാക്കിയൊക്കെ എത്തും. അപ്പോൾ ഇനി ഇതിന് ശേഷമുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ബാക്കി വീഡിയോയിൽ നമ്മൾ കാണാം. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചെറിയ ഇതുണ്ടല്ലോ, ഇതൊരിക്കലും ഒഴിവാക്കരുത്. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളിത് ചതച്ച് കൊടുന്ന് പൊടി ഉണ്ടാക്കുന്ന സമയത്ത് പൊടി കൂടി വരില്ല. അപ്പോൾ ഈ ഒരു സാധനം ഇത് നിർബന്ധമാണ്. ഇത് ചെത്തരുത്, ഇത് നല്ലോണം കേകിയിട്ട് ഇതിൻ്റെ കൂടെ ഇടുക. ഇത് നിർബന്ധമാണ് ഈ സംഗതി. ചില ആളുകൾ ഇത് ചെറുതല്ലേ ഒഴിവാക്കും. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, ഒരു ഉപകാരമില്ല. ഇത് നിർബന്ധമായ സംഗതികളാണ്. ഈ ചെറിയ ഇതിൻ്റെ കൂടെ വരുന്ന ചെറിയ സാധനങ്ങൾ നിർബന്ധമാണ്. അപ്പോൾ നല്ലോണം കേക്കിയിട്ട് മണ്ണ കളഞ്ഞിട്ട് ഇതേപോലെ തന്നെ ചെത്തേണ്ട ഇതേപോലെ തന്നെ ഈ ചതക്കണിൻ്റെ കൂടെ ചെയ്താൽ മതി. ഓക്കെ. നല്ല കേക്കോളി. എന്താണ് മോള് ചിരിക്കണേ? നോക്കിയോ, നമ്മൾ കൊണ്ടുപോവുകയാണ്, സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ്, ചതക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോവാണ്. ഈ ഒരു ബക്കറ്റും കൂടി കൊണ്ടുവരാണ്ട് ഇത് ചതക്കാൻ വേണ്ടിയിട്ട് മില്ലിലേക്ക് കൊണ്ടുപോവാണ്. നമ്മൾ കുറച്ചും കൂടി കൊണ്ടുവരാണ്ട് മില്ലിലേക്ക് നമ്മൾ കാറിൽ കൊണ്ടുപോവാണ്. ഇനി നമുക്ക് പരിപാടി ഇതാണ്. ഇപ്പോൾ നമ്മൾ അരച്ച് കൊടുന്ന മില്ലിന്ന് ചതച്ച് ഇനിയിപ്പോൾ ഇതിൽ നിറച്ച് വെള്ളം വെച്ചിട്ട് മുണ്ടിൽ ഇതാക്കിയിട്ട് അതങ്ങനെ അരിച്ചിരിക്കണം. കുറച്ച് പണിയുണ്ട്, എന്തെങ്കിലും കൂടി ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിലും വെള്ളം നിറച്ച് വെച്ച് ഇതിലും നിറച്ച് നമ്മളിങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രോസസ്സിങ് കുറേ ഉണ്ട്, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വീഡിയോ നമുക്ക് കാണാം. അവസാനത്തെ പ്രോസസ്സിങ്ങിലെത്തി. ഇപ്പോൾ നമ്മളെ കൂവ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 10 പ്രോസസ്സിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ല. വെള്ളത്തിൽ ഇത് കലക്കി അത് ഊറി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിവാക്കി, വീണ്ടും വെള്ളത്തിൽ കലക്കി വെള്ളം ഒഴിവാക്കി, അങ്ങനെ ഒരു 10 പ്രോസസ്സിങ് നടന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ല. അവസാനം നമ്മൾ പൊടിയായി. ഇനി നമുക്കിത് ഒന്ന് ഉണക്കിയെടുക്കുകയാണ്. ഇത് പൊടിയായി. ഇത് ഉണക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി പൊടി. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു അംശമുണ്ട് ഇതിൽ, കുറച്ച് ഇതൊന്ന് റെഡിയായി വരാണ്ട്. ഇതായി കഴിഞ്ഞാൽ നമുക്കിനി അടുത്തത് കൂവവെള്ളം എങ്ങനെ ഉണ്ടാക്കി കുടിക്കാം എന്നുള്ളത് വീഡിയോ കൂടി അവസാനം ചെയ്യാണ്ട്. ഇപ്പോൾ ഒക്കെ ലാസ്റ്റ് പ്രോസസ്സിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്.
നമ്മൾ കൂവൻ്റെ പൊടി നല്ല കുറച്ചെടുത്തിട്ട് മിക്സ് ആക്കുക, നന്നായി മിക്സ് ആക്കുക. ഇത് കുറച്ച് തേങ്ങയാണ്, തേങ്ങ ജ്യൂസ് മെഷീനിലിട്ട് അരച്ചതാണ്. തേങ്ങാപ്പാലും കൂടി വേണം മിക്സ് ആക്കിയിട്ട്. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കുകയാണ്. ഒന്നാം പാലാണ്, ഒന്നാം പാൽ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാം പാലാണ് ഫസ്റ്റ്. ഒന്നാം പാൽ ഇവിടെ ഉണ്ട്, ഒന്നാം പാൽ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് മിക്സാക്കി നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്ത് വെള്ളമൊക്കെ ഉണ്ട്. ഇനി ഒന്ന് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇളക്കൽ നിർത്തരുത്. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുക്കാൻ പാടുള്ളൂ. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം അത് കട്ട പിടിക്കും. അപ്പോൾ മിക്സ് ആയതുകൊണ്ട് ഇതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പഞ്ചസാര ആവശ്യമുള്ളവർ പഞ്ചസാര ഇടുക, പഞ്ചസാര ഇടാതൊക്കെയാണ് പരമാവധി നല്ലത്. പിന്നെ ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കുക, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഏലക്കായ് അതും കൂടി ചേർത്താൽ സൂപ്പറായി. ഏലക്കായ് നിർബന്ധമാണ്, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. തേങ്ങാപ്പാൽ ഒന്നാം പാൽ ചേർത്തിട്ടില്ല, ലാസ്റ്റുള്ളതാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ചേർക്കുകയാണ്. അതും കൂടി ചേർത്താൽ സൂപ്പറാവും. അതിൻ്റെ ആ ഒരു സിസ്റ്റം തന്നെ മാറാൻ പോവാണ്. കണ്ടോ, ഒന്ന് ഭയങ്കര കട്ടിയായി. ഇതാണ് ഒരു കുടിച്ചാണ്ടല്ലോ. ചൂടാവാനേ പാടുള്ളൂ, തിളക്കാൻ പാടില്ല. ഞാനും പറഞ്ഞിരുന്നു തിളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വേവുക. തേങ്ങാപ്പാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല. നമ്മളൊക്കെ റെഡിയായി, സൂപ്പറായിട്ടുണ്ട്. ഇനി ഒന്ന് കുടിക്കണം. നല്ല സൂപ്പറായിട്ടുണ്ട്.